തൃശൂരിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട സസ്പെൻസ് തുടരുന്നു. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ കൂട്ടത്തിൽ സുരേഷ് ഗോപി ഉണ്ടായിരിക്കില്ല എന്നാണ് വിവരം. പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ചാൽ തീരുമാനം മാറ്റിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളൊന്നും ഇപ്പോഴും ലഭ്യമല്ല. ഡൽഹിയിലേക്ക് പോകാതെ സുരേഷ് ഗോപി ഇപ്പോഴും തിരുവനന്തപുരത്ത് തുടരുകയാണ്. ആദ്യഘട്ട മന്ത്രിമാരുടെ പട്ടിക പുറത്തുവിട്ട ഘട്ടത്തിൽ അതിൽ സുരേഷ് ഗോപിയുടെ പേരുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പുമായിരുന്നു. മന്ത്രിസഭാ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി അധികാരമേൽക്കുന്ന മറ്റ് മന്ത്രിമാർ ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ സുരേഷ് ഗോപി ഇപ്പോഴും തിരുവനന്തപുരത്ത് തുടരുന്നതാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. എന്നാൽ 12:30 ഡൽഹിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും ഫ്ലൈറ്റ് ഉണ്ട്. അതിൽ പോയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം നേരത്തെ സുരേഷ് ഗോപി തന്റെ ഒരു ആശങ്ക BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. 4 സിനിമകൾ പൂർത്തിയാകാനുണ്ടെന്നും 2 സിനിമകളുടെ ചിത്രീകരണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് വലിയ നഷ്ടം സംഭവിക്കുമെന്നും സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇതിൽ പ്രധാനമന്ത്രിയുടെയും BJP ദേശീയ നേതൃത്വത്തിന്റെയും നിലപാടാണ് ഇനി അറിയേണ്ടത്. കാരണം നരേന്ദ്രമോദിയും BJP നേതൃത്വവും നിർബന്ധിക്കുകയാണെങ്കിൽ താൻ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമെന്ന് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം 12:30 ഫ്ലൈറ്റിൽ അദ്ദേഹം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ആ ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്ക് പോയേക്കുമെന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 1 ഇന്ത്യ മലയാളം.